കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്ത് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പ്രസ്ഥാനത്തോട് അതിന് നേതൃത്വത്തോട് ചെയ്യാൻ പാടില്ലാത്ത പല സമീപനങ്ങളുണ്ടായി. പക്ഷെ അപ്പോഴും ഉസ്താദുമാരെന്താ ചെയ്തത്? എങ്ങനെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്ലാറ്റ്ഫോമിന്റെ ഏതെങ്കിലും മൂലയിൽ കയറി നിന്നിട്ട് ഇതൊക്കെ നമ്മുടെ സംവിധാനമാണ്, സമുദായത്തിന് ഗുണകരമാകട്ടെ എന്ന വിട്ടുവീഴ്ചയുടെ സമീപനമാണ് സ്വീകരിച്ചത്. ആ വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള സമുദായ നേതാക്കൾ അവരെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനും വേണ്ടി ഒരു പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി. ഒരു 9 പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി. ആ ഫോർമുല ഇവര് 3 കൂട്ടരും അംഗീകരിച്ചു. അതാണ് എന്റെ പ്രത്യേകത. ഈ CAC പ്രശ്നം രമ്യമായി പരിഹരിക്കാനും വേണ്ടി ആദരണീയര സമസ്തയുടെ ആലിമീങ്ങൾ, സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇവരൊക്കെ ഒരുമിച്ചിരുന്നുണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്ന പരിഹാര ഫോർമുല സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ കേന്ദ്ര മുഷാവറയിൽ അംഗീകരിച്ചു. മുഷാവറ അത് സ്വീകരിച്ചു, അംഗീകരിച്ചു. കാരണം ഈ 3 വിഭാഗവും ഒരുമിച്ചിരുന്നിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ 2 അഭിപ്രായത്തിന് പ്രസക്തിയില്ല. സമുദായത്തിന്റെ മുഖ്യധാര എന്ന് വേണമെങ്കിൽ അതിന് വിളിക്കാം. സമസ്തയുടെ മുഷാവറ ഐക്യകണ്ഠേന അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു സമസ്ത അംഗീകരിച്ചു, ഇനി ഇത് CACയുടെ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു. CACയുടെ സെനറ്റ് കൂടി അംഗീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിച്ചു. പിന്നെ സമസ്തയും CAC സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തകന്മാരും വിദ്യാർത്ഥികളും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം മറന്ന് പുറത്ത് എല്ലാം ക്ഷമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് അഭിമാനത്തിൽ വെള്ളത്താളുകൾ ചീന്തിയെടുക്കുന്നു. അവിടം കള്ളക്കരി നിറമാർന്നൊരു മഷിവിഷവാല നിറക്കുന്നു. ആത്മച്ചോര കുടിക്കുന്നു. ഭ്രഷ്ടു വിധിച്ചിട്ടാളെ അകറ്റാൻ വെമ്പി നടക്കുമ്പോൾ ആളിപ്പടരുന്നാശയ വെട്ടമണക്കാൻ ദണ്ഡുകളി